Hi everyone, welcome you all to Commerce Lesson Plans with ARJ. Today, our topic is defects of Indian capital market. During the performance of Indian stock market, the stock market performance was very poor in these days. It was due to poor corporate performance surrounded by inefficient and dishonest promoters. So, to create a culture of entrepreneurship and a business-friendly environment, SEBI has taken number of steps to augment the development of the stock market. So, our stock markets have a number of defects. We will discuss today about the defects of Indian capital market. So, first defect is the range of securities. എന്താണ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ നേച്ചറാണ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇഷ്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഒറിജിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ലോങ് ടേമിനൽ മണി ട്രാൻസാക്ഷൻസ് ആണ് അവിടെ നടക്കുന്നത്. ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻസുകളാണ് അവിടെ ട്രേഡ് ചെയ്യുന്നത്. സോ പക്ഷേ ഇന്ത്യൻ റൂൾസ് അനുസരിച്ച് കോർപ്പറേറ്റ്സുകൾക്ക് വളരെ കുറച്ച് ഇക്വിറ്റി ഷെയർസ് മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അതുപോലെ വൈഡ് വെറൈറ്റിയോ അല്ലെങ്കിൽ ചോയ്സോ ഡെപ്റ്റ് ഫിനാൻസിങ് ഇൻസ്ട്രുമെൻസിൽ ലഭിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ് ആണ്. അതിന് കാരണം എന്താണ്? ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി ഫിക്സഡ് അപ് ടു 14% അഥവാ 12.5% അങ്ങനെയാണ്. സോ ഇറ്റ് റെഡ്യൂസസ് ദ ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ടു ദ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ ഇത് ഇൻവെസ്റ്റേഴ്സിനെയും ഫേംസിൻ്റെ റിക്വയർമെൻറ്റിൻ്റെയും നീഡ്സിനെ തടയിടുകയാണ് ചെയ്യുന്നത്. സോ റേഞ്ച് ഓഫ് ദി സെക്യൂരിറ്റി, റേഞ്ച് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ഇൻട്രസ്റ്റ് അതിൽ നിന്നും മാക്സിമം ഇൻട്രസ്റ്റ് റേറ്റ് പേയബിൾ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം വൈഡ് ചോയ്സ് ഓഫ് ഫിനാൻസിങ് ഇൻസ്ട്രുമെൻറ്റ്സ് നമുക്ക് കോർപ്പറേറ്റുകൾക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഈ റേഞ്ച് ഓഫ് സെക്യൂരിറ്റി വൺ ഓഫ് ദ ഡിഫക്റ്റ് ആയിട്ട് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ദെൻ അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഫർമേഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ദ വർക്കിംഗ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. സോ നമ്മളുടെ രാജ്യത്ത് ആ ഒരു ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ ടൈംലി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള അൺബയസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് ഡിസ്ക്ലോഷർ അത്ര കണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളുടെ രാജ്യത്തെ നിയമവ്യവസ്ഥിതി. സോ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ ഡിസ്ക്ലോഷർ, ടൈംലി കോംപ്രിഹെൻസീവ് റിലയബിൾ അൺബയസ്ഡ് ഇൻഫോർമേഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഈസ് എസെൻഷ്യൽ ടു ദ എഫിഷ്യൻസി ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. സോ ഈ ഒരു ഇൻഫർമേഷൻ അവൈലബിലിറ്റി ഇന്ത്യൻ കൺട്രിയിൽ കുറവാണ്. ആണ് വൺ ഓഫ് ദ മെയിൻ ഡിഫക്റ്റ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ദ റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറാണ്. ദെൻ അടുത്ത ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ കോമ്പറ്റീഷൻ. അതായത് വളരെയധികം കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് നേച്ചറാണ് ഇന്ത്യയിലുള്ളത്. ഇന്നാഡിക്വേറ്റ്, ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇന്നാഡിക്വേറ്റ് കോമ്പറ്റീഷൻ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഇൻവെസ്റ്റർ ബേസ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് മോസ്റ്റ്ലി ഇൻ ലാർജർ സിറ്റീസ്. ഇന്ത്യൻ ട്രേഡിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെട്രോപൊളിറ്റൻ സിറ്റീസായ ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ പോലെയുള്ള, തിരുവനന്തപുരം പോലെയുള്ള, കൊച്ചിൻ പോലെയുള്ള മേജർ സിറ്റീസിലൊക്കെയാണ് എന്ത് ഉള്ളത്? ട്രേഡേഴ്സ് കൂടുതലായിട്ടുള്ളത്. അത് വളരെ റിമോട്ടഡ് ആയിട്ടുള്ള റൂറൽ ഏരിയാസിലൊക്കെ ഇതിൻ്റെ ട്രേഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫേമസ് അല്ലെങ്കിൽ ഇത്രത്തോളം ഇത് കുറവാണ് അതിൽ. സോ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ബേസ് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് റെപ്രസെൻറ്റ്സ് എ വെരി നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഇൻവെസ്റ്റേഴ്സ് പ്രധാനമായിട്ടും ലാർജർ സിറ്റീസിലാണുള്ളത്. റൂറൽ ഏരിയാസിലൊക്കെ വളരെ കുറവ് ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. അത് ഇന്ത്യൻ ജനതയുടെ ഒരു പ്രത്യേകതയാണ്. ബിക്കോസ് നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം അല്ല എന്നുള്ളത് തന്നെയാണ്. ദെൻ ആബ്സെൻസ് ഓഫ് ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ്. ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് മീൻസ് സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ആർ too much than the genuine transactions in our country.
ബിക്കോസ് ഇവിടെ നമ്മുടെ രാജ്യത്തെ ഒരു ട്രേഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേറ്റേഴ്സിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. ബിക്കോസ് അവരെപ്പോഴും വാച്ച് ചെയ്യുന്നു, ജെനുവിൻ ബൈയിങ് ഓർ സെല്ലിങ് ട്രാൻസാക്ഷൻസ് നടക്കുന്നു എന്നല്ലാതെ ജെനുവിനായിട്ട് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാത്രം ഉദ്ദേശത്തോടു കൂടി വരുന്നവർ വളരെ റെയറാണ്. സോ ഇത് ഫണ്ടിങ് ട്രാൻസ്ഫറിങ് വളരെ എളുപ്പമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് നേരത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ പിടിച്ചു നിർത്താനായിട്ടുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. സോ അതാണ് ആബ്സെൻസ് ഓഫ് ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് ഈസ് വൺ ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ വീണ്ടും നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി. പുവർ ലിക്വിഡിറ്റി സഫർ ചെയ്യുന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണ് ഇന്ത്യയിലുള്ളത്. ദെൻ വളരെ കുറച്ച് പ്രൊപ്പോർഷൻസ് ഓഫ് സ്ക്രിപ്സുകളാണ് ആക്റ്റീവ് ട്രേഡിംഗ് ആയിട്ടുള്ള ഹൈ ലിക്വിഡിറ്റി ആയിട്ടുള്ളത്. മോസ്റ്റ് ട്രേഡിങ്ങും ഇൻഫ്രീക്വൻ്റ്ലി ആയതുകൊണ്ടാണ് ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ഒരു പോയിൻ്റ് ആയിട്ട് നമുക്കിവിടെ പറയാൻ പറ്റുന്നതാണ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ്, റെഗുലേഷൻ ആൻഡ് സർവൈലൻസ് ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ്. ബിക്കോസ് കുറച്ചും കൂടി ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ട്രേഡ് കമ്പാരിറ്റീവ്ലി, അതായത് മറ്റ് ഫോറിൻ കൺട്രീസിലെ അപേക്ഷിച്ച് ഇന്ത്യയിൽ റെഗുലേഷൻസും അഡ്മിൻസ് പവേഴ്സും ഒക്കെ കൂടുതലാണ്. സർവൈലൻസ് അല്ലെങ്കിൽ സൂപ്പർവിഷൻ സെബിയുടെ വരുന്നുണ്ട്, RBIയുടെ വരുന്നുണ്ട്, ഡിസ്കൗണ്ട് ഫിനാൻസ് ഹൗസസിൻ്റെ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. സോ ഈ സർവൈലൻസ് ട്രഡീഷണലി ബീൻ വീക്ക് ആൻഡ് ഇന്നാഡിക്വേറ്റ് ആണ് ട്രേഡിങ്ങിനെന്നാണ് മറ്റൊരു ഡിഫക്റ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പറഞ്ഞു? ആദ്യം നമ്മൾ റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് പറഞ്ഞു. ദെൻ ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഡിസ്ക്ലോഷറിന് കാരണം പറഞ്ഞു, ബിക്കോസ് ഓഫ് ദ ഇൻഫർമേഷൻ അവൈലബിലിറ്റി ലെസ് ഇൻ ഇന്ത്യ. ദെൻ ഗ്രേറ്റർ കോമ്പറ്റീഷൻ പറഞ്ഞു. ദെൻ എക്സ്പാൻഷൻ ഓഫ് ഇൻവെസ്റ്റർ ബേസ് പറഞ്ഞു. ആബ്സെൻസ് ഓഫ് ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു. ലാക്ക് ഓഫ് ലിക്വിഡിറ്റി പറഞ്ഞു. ദെൻ ഇപ്പോൾ മാനേജ്മെൻറ്റ്, റെഗുലേഷൻ ആൻഡ് സർവൈലൻസ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വീക്ക് ആൻഡ് ഇന്നാഡിക്വേറ്റ് ആണെന്നും പറഞ്ഞു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് പ്രസൻസ് ഓഫ് റിഗ്ഗിങ്. എന്താ റിഗ്ഗിങ് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ഒരു ഫ്യൂ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിൻ്റെ കയ്യിൽ തന്നെ ഈ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ് അവർ പൂഴ്ത്തി വയ്ക്കുക. ദേ ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ടു പുഷ് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ആർട്ടിഫിഷ്യലി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുക, ട്രേഡിംഗ് എന്ന് പറയുന്നത് ചുരുക്കം ആളുകളുടെ കയ്യിലേക്ക് മാത്രം ഒതുക്കി നിർത്തുക. ആ ഒരു പ്രത്യേക വിഭാഗം ആളുകളും മാത്രം കൂടുതലായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് അത്രയും പ്രോഫിറ്റ് കിട്ടാതെ വരിക. സോ ഒരു റിഗ്ഗിങ് ടെൻഡൻസി സ്റ്റോക്ക് മാർക്കറ്റിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, ക്യാപിറ്റൽ മാർക്കറ്റിൽ കണ്ടുവരുന്നുണ്ട്. സോ കമ്പനീസ് ഇൻ ഇന്ത്യ ട്രൈ ടു പുഷ് അപ്പ് ദ പ്രൈസസ് ആർട്ടിഫിഷ്യലി to create a false image. So there is a strong bull movement in the Indian markets. A few group of persons are included in such activities. So ഇതും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ദെൻ അടുത്തത് ഡൊമിനൻസ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. എന്താണ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിക്കോസ് ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ബൈ പേഴ്സൺസ് who possess price sensitive information about the company on account of their fiduciary capacity involving the confidence or trust. ഇൻസൈഡർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഇവർക്ക് അവരുടെ കോർപ്പറേറ്റുകൾ, പലതരം കമ്പനികളാണല്ലോ കോർപ്പറേറ്റുകൾ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഈ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യൽ കീ എംപ്ലോയീസുകൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സുകൾ, അതായത് പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ട്, ആ ഒരു ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്, ആ ഒരു ആക്സസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നടത്തുന്ന അവരുടെ ആ രഹസ്യ വിവരങ്ങൾ വഴി സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദ സെക്യൂരിറ്റീസ് നടക്കുന്നത് തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. അതായത് അടുത്ത ദിവസം ഇത്രത്തോളം പ്രൈസ് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കമ്പനിയുടെ സീക്രട്ട് ഇൻഫർമേഷനാണ്. അത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിച്ചേരുന്നു. ആര് വഴി? ഈ കീ സ്പെഷ്യൽ എംപ്ലോയീസ് വഴി. സോ അങ്ങനെ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദി സെക്യൂരിറ്റീസ് ബൈ ദ പേഴ്സൺസ് who possess the price sensitive information about the company on account of their fiduciary capacity involving the confidence or trust. ആ കോൺഫിഡൻസ്, ആ ഒരു ട്രസ്റ്റ് ആ സ്പെഷ്യൽ എംപ്ലോയീസ് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ മനസ്സിലാക്കിക്കൊണ്ട് പർച്ചേസ് ആൻഡ് സെയിൽ സെക്യൂരിറ്റീസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇൻസൈഡർ ട്രേഡിംഗ് ഈവൻ ടുഡേ ഇൻ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. So SEBI has made number of regulations to
കർബ് ദ ഇൻസൈഡർ ട്രേഡിംഗ് കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം സെബി പാസിങ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു ഇൻഎഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻ്റ് അല്ല എന്ന് പറയാൻ കാരണം എന്താ, ഒരുപാട് റെഗുലേഷൻസും ഒരുപാട് ഗൈഡ് ലൈൻസുകളും സെബി ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സെബി അങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ആ ഒരു ട്രാൻസ്പെറൻസി ഇതിന് കുറയ്ക്കുന്നുണ്ട് ഡീലിങ്സിന്. സോ അതും വൺ ഓഫ് ദ ഡിഫക്റ്റായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ദെൻ സ്മോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ പുവർ റെസ്പോൺസ്. സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറവാണ് അവരുടെ ഒരു സാന്നിധ്യം എന്നാണ് പറയുന്നത്. ദെൻ ഹൈ വൊളാറ്റിലിറ്റി ഓഫ് ദി സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഹെവി ഫ്ലക്ച്വേഷൻസ്, അതായത് ബുള്ളിഷ് മാർക്കറ്റിന് വരുന്നതിൻ്റെ പിറകെ തന്നെ ബിയറിഷ് മാർക്കറ്റ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിലെ സർവ്വസാധാരണമാണ്. അതായത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര വൊളാറ്റിലിറ്റി ചേഞ്ചസ് ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഫേസ് ചെയ്യുന്നത്. സോ നിങ്ങൾ വാർത്തകൾ വായിക്കും അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓഹരി വിപണി നിലംകുത്തി അല്ലെങ്കിൽ ഓഹരി വിപണി കുതിച്ചുയർന്നു അല്ലേ. ഇതെല്ലാം പെട്ടെന്ന് മാറി വരുന്നുണ്ട്. ഇതൊരു ചേഞ്ചസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റുകളിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകൾ. അതും വൺ ഓഫ് ദ ക്യാപിറ്റൽ മാർക്കറ്റ് ഡെഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ഒരു ഡിഫക്റ്റായിട്ട് പറയാവുന്നതാണ്. ദെൻ സുപ്രീമസി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ വലിയൊരു പങ്കുണ്ട്. സോ കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് UTI, LIC, GIC ഇവരൊക്കെ ഇൻഫ്ലുവൻസ് വളരെയധികം ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കോമ്പറ്റീഷനെ ബാധിക്കുന്നുണ്ട്. സോ ഇതൊരു ഹെൽത്തി ട്രെൻഡല്ല സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിന് എന്നാണ് പറയുന്നത്. സോ സുപ്രീമസി ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വൺ ഓഫ് ദ റീസൺ അല്ലെങ്കിൽ വൺ ഓഫ് ദ ഡിഫക്റ്റ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. ദെൻ ഡൊമിനൻസ് ഓഫ് ദ പബ്ലിക് സെക്ടർ. അതായത് the confidence of the public is lost on private sector in last a few years. So private sectors are not able to mobilize the resources. സോ ഒരു ട്രെൻഡ് ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് സെക്ടേഴ്സിന് കൂടുതൽ ഡൊമിനേഷൻ അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വിശ്വാസം വരിക, അവരിൽ പബ്ലിക് അല്ലെങ്കിൽ ഗവൺമെൻറ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും പ്രൈവറ്റ് റിസോഴ്സസ്, അതായത് പ്രൈവറ്റ് സെക്ടറിലെ പ്രൈവറ്റ് കോർപ്പറേറ്റുകളിലെ സെക്യൂരിറ്റീസിലെ റിസോഴ്സസ് കുറയുകയും ചെയ്യുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. സോ ഇതും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റാവുന്നതാണ്. Then unhealthy competition of the merchant bankers. Numbers of the merchant bankers who deal in the capital market are increasing day by day. സോ ആ ഒരു മെർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഇൻക്രീസ് എന്തിന് കാരണമാകുന്നു? കോമ്പറ്റീഷന് കാരണമാകുന്നു. സോ ഇത് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് കാരണമാകുന്നുണ്ട്. ദെൻ അതർ ഡിഫക്ട്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ there are number of reasons for capital market current slump. That is, the UTI has affected the market and investors' confidence. അതർ ഡിഫക്ട്സുകൾ ഇപ്പോൾ ടെററിസ്റ്റ് അറ്റാക്കുകൾ പോലെയുള്ളത്, അല്ലെങ്കിൽ വാർ അറ്റ്മോസ്ഫിയർ ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും പ്രഷർ വരുന്നത് ഹാസ് ഫർദർ ഡ്രാംഡ് ദ അറ്റ്മോസ്ഫിയർ ഇൻ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടും ഡിഫക്റ്റുകൾ കൊണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. സോ എന്തെല്ലാമാണ് നമ്മൾ ഡിഫക്ട്സിലെ ചാലഞ്ചസ് ഓഫ് ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പറഞ്ഞത്? ഇന്നാഡിക്വേറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് പറഞ്ഞു, ഡിഫക്റ്റീവ് ഓപ്പറേഷൻസ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് പറഞ്ഞു, ദെൻ ഷെയർസ് പ്രോബ്ലം, ഇന്നാഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ടു ദ ഇൻവെസ്റ്റേഴ്സ്, ട്രാൻസ്പെറൻസി ലാക്ക് ഉണ്ടെന്ന് പറഞ്ഞു, സ്റ്റോക്ക് ബ്രോക്കിംഗ് സിസ്റ്റം ഡിഫക്റ്റീവ് ആണെന്ന് പറഞ്ഞു, ദെൻ വാഗ് പ്രോസ്പെക്ടസ് ആണെന്ന് പറഞ്ഞു, ഗ്രേ മാർക്കറ്റ് റിഗ്ഗിങ് പോലെയുള്ളത് അല്ലെങ്കിൽ ഇൻസൈഡർ ട്രേഡിംഗ് പോലെയുള്ള നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ദെൻ ഇൻഎഫിഷ്യൻറ്റ് ബാങ്കിങ് ഓർ പോസ്റ്റൽ സർവീസസ് ആണെന്ന് പറഞ്ഞു, ഇൻസൈഡർ ട്രേഡിംഗ്, ഡിലേ ഡെലിവറി ആൻഡ് പുവർ ലിക്വിഡിറ്റി ഒക്കെ വൺ ഓഫ് ദ ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണെന്ന് പറഞ്ഞു. സോ the performance of the Indian stock market was poor. So it was due to the poor corporate performance surrounded by the inefficient and dishonest promoters. So the reason എന്താണ്? Because the development of the stock market have a number of defects. The range of securities, lack of information disclosure, greater competition, expansion of investor base, absence of genuine investors, lack of liquidity,
management, regulation and surveillance of the capital market, presence of rigging and dominance of insider trading. Insider trading എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ദ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ദ സെക്യൂരിറ്റീസ് ബൈ ദ പേഴ്സൺ ഹു പൊസസ് ദ പ്രൈസ് സെൻസിറ്റീവ് ഇൻഫർമേഷൻ. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി. സോ ഇത്രയ്ക്കാണ് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ്. So I think you are very well clear about the defects of Indian capital market. Okay, thank you all for listening to my video and have a great day.